ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് അങ്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡെയിലി ലൈഫിലെ എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ്. ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഈത്തപ്പഴവുമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ മധുരമുള്ള സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മഴ സമയത്താണെങ്കിലും ചൂട് സമയത്താണെങ്കിലും ഉറുമ്പ് കയറുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ പ്രത്യേകിച്ചും പൊടിയുറുമ്പൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് കളയാനും ബുദ്ധിമുട്ടാണ്. വെയിലില്ലാത്ത സമയത്താണെങ്കിൽ വെയിലത്തൊട്ട് വെക്കാനും പറ്റത്തില്ല. അതുപോലെ തന്നെ ബിസ്ക്കറ്റും ഒക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങൾ പെട്ടെന്നാണ് ഉറുമ്പ് കയറുന്നത്. അപ്പോൾ ഉറുമ്പ് കയറാതിരിക്കാനുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. ഞാനപ്പോൾ ഇവിടെ ഈന്തപ്പഴവും കുറച്ച് പഞ്ചസാരയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കോട്ടൺ അഥവാ പഞ്ഞിയാണ്. ഞാനിവിടെ ഒരു പഞ്ഞി എടുത്തിട്ടുണ്ട്. ഈ പഞ്ഞിയിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് വിനാഗിരി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ എടുത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ ഞാനിന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ 4 സൈഡിലും നമുക്ക് ഈ ഒരു വിനാഗിരി പഞ്ഞിയും കൂടെ നമുക്കൊന്ന് ഇതിൻ്റെ പുറത്തെല്ലാം ഒന്ന് തൂത്ത് കൊടുക്കാം. ഇങ്ങനെ തൂത്ത് കൊടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ മധുരമുള്ള സാധനങ്ങളാണെങ്കിൽ പെട്ടെന്നാണ് ഉറുമ്പ് കയറുന്നത്. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങൾ വിനാഗിരി ഒരു കോട്ടണിലോ അല്ലെങ്കിൽ കോട്ടൺ തുണിയായോ പഞ്ഞിയോ അല്ലെങ്കിൽ തുണിയോ എന്തായാലും മതി. ഇതിൻ്റെ സൈഡിലെല്ലാം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ഇതിൻ്റെ സൈഡിൽ പോലും ഉറുമ്പ് വരത്തില്ല. അപ്പോൾ ഈ ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ പുറത്തെല്ലാം ഒരുമാതിരി വെളിച്ചെണ്ണ ഇതുപോലെ പറ്റിയിരുന്ന് ഒരുമാതിരി പശ പോലെ ഇരിക്കാറുണ്ട്. അത് കളയാനുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. അതെന്താണെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളവും കുറച്ച് ഹാൻഡ് വാഷുമാണ്. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഹാൻഡ് വാഷ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു കോട്ടൻ്റെ തുണി എടുത്തതിന് ശേഷം ഇതിനകത്ത് മുക്കി ഒന്ന് എടുക്കുക. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ കിച്ചൺ ടവലുണ്ടെങ്കിൽ അതെടുക്കുക. അതിനുശേഷം ഇതുപോലൊക്കെ ഒന്ന് നിങ്ങളൊന്ന് കുപ്പിയുടെ 4 വശവും ഒന്ന് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഇതായിട്ടിരിക്കും. ഒട്ടും എണ്ണ പെരളത്തില്ല. അതുപോലൊക്കെ തന്നെ ചില എണ്ണയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് നല്ല പശ പോലൊക്കെ ആയിരിക്കും. ആ ഒരു പശ പോലൊക്കെ ഉള്ളതും മാറിക്കിട്ടും. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചാറ് അതുപോലൊക്കെ തന്നെ എണ്ണയൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുന്ന പാത്രങ്ങൾ കുറച്ച് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര കഴുകി കഴിഞ്ഞാലും ഇതിനകത്തൊരു പ്രത്യേക ഒരു സ്മെല്ലുണ്ടാവും. ആ ഒരു സ്മെല്ല് പോകാനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. നമ്മൾ സാധാരണ അച്ചാറൊക്കെ ഉള്ള കുപ്പി എത്ര കഴുകിയാലും ആ സ്മെല്ല് പോകത്തില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് 2-3 ഗ്രാമ്പുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കത്തിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ ഞാനൊന്ന് കത്തിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനി നമുക്ക് ഇവിടോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ കുപ്പി ഒന്ന് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഇതുപോലൊന്ന് വിട്ട് വെക്കാം. അപ്പോൾ ആ ഒരു പുകയോടുകൂടി തന്നെ വേണം നിങ്ങൾ ഇതുപോലൊക്കെ കമഴ്ത്തി വെക്കാൻ. അതിനുശേഷം ഒരു 2 മിനിറ്റ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് പിന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളിത് കമഴ്ത്തി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും തുറന്നെടുക്കാം. അതിനുശേഷം നമ്മൾ ആ ഒരു കുപ്പിക്കകത്ത് ആ ഒരു ഗ്രാമ്പൂവിൻ്റെ മണമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. അതുകൂടാതെ ഒരു ടിപ്പ് കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു തീപ്പെട്ടിക്കൊള്ളി ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ച ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാനിവിടെ തുറന്നെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കൊള്ളി നമുക്കെടുത്ത് കളയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും. പക്ഷേ ഇത് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഗ്രാമ്പൂവിൻ്റെ നല്ലൊരു സ്മെല്ലായിരിക്കും പിന്നെ ഈ ഒരു കുപ്പിക്കകത്ത്. അപ്പം നിങ്ങൾ ഇതിൽ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിൻ്റെ ഒരു അടപ്പാണ് എടുത്തിരിക്കുന്നത്. അടപ്പിൽ നമ്മൾ ഫസ്റ്റിൽ ഇതിൻ്റെ ആ വെയിറ്റ് ഒന്ന് എടുത്ത് മാറ്റണം. വെയിറ്റ് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ബേസിന് ഒരു പരന്ന ഏതെങ്കിലും ഒരു പാത്രം എടുത്തതിന് ശേഷം നമുക്ക് ഈ പ്രഷർ കുക്കറിൻ്റെ അടപ്പ് ഇതുപോലൊക്കെ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി വെക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് മുക്കി വെച്ചാൽ മതി. അപ്പോൾ ഇതിൽ വെള്ളം കയറത്തക്ക രീതിയിൽ വേണം നമ്മളൊന്ന് മുക്കി വെക്കാൻ. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് നമുക്കതൊന്ന് എടുക്കാം. അപ്പോൾ ഇതാ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലെ അഴുക്ക് കളയാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. സാധാരണ നമ്മൾ ഈ ഒരു പ്രഷർ കുക്കർ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഇതിൽ ഒത്തിരി അഴുക്ക് കയറി ഇരിക്കാറുണ്ട്. അങ്ങനെ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ വരാനും ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു കുക്കർ പൊട്ടിത്തെറിക്കാനും ഒക്കെയുള്ള ചാൻസസ് ഉണ്ട് ഇങ്ങനെ അഴുക്ക് കയറിയിരുന്നാൽ. അപ്പം നമുക്ക് ചെയ്യാവുന്നത് ഈ ഒരു വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് സെപ്റ്റിപ്പിനാണ്. ഒരു വലിയ സെപ്റ്റിപ്പിനാണ്
നമുക്ക് വേണ്ടത്. ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു വലിയ സെഫ്റ്റി പിൻ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിൻ്റെ അഴുക്കൊന്ന് കളയാം. അതിനുശേഷം നമുക്കിതാ ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു ഹോളിലും ഒക്കെ നമുക്കൊന്ന് ഈ ഒരു പിന്നൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഹോളിലേക്ക് നമുക്ക് ഇതുപോലൊക്കെ നമ്മുടെ ആ ഒരു സിസ്റ്റിപ്പനിട്ട് അഴുക്കൊന്ന് ഇളക്കി കളയാവുന്നതാണ്. ഇതാ കണ്ടില്ലേ, അഴുക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ആ വെള്ളം നോക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലൊക്കെ തന്നെ ഇതിൻ്റെ സൈഡിലുള്ള ആ ഹോളിലും എല്ലാം ഇതുപോലൊക്കെ നമുക്ക് പിന്നിട്ടിട്ടൊന്ന് കുത്തിക്കളയാം അഴുക്ക്. ഇതുപോലെ 4 സൈഡിലും നമുക്ക് അഴുക്കൊന്ന് കുത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, അഴുക്ക് ഇറങ്ങിയേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലോ. അതാ കണ്ടില്ലേ. അപ്പം വല്ലപ്പോഴുമെങ്കിലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഡെയിലി കുക്കർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അഴുക്കെല്ലാം ഇതുപോലെ പിന്നെ ഇളകി വരും. ഇതാ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിൽ ഞാൻ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ചെയ്യുന്നതാണ്. അത് കാരണം അധികം അഴുക്കില്ല. എങ്കിലും എന്താ നിങ്ങൾക്ക് ഈ ഒരു വെള്ളത്തിലോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും എന്തുമാത്രം അഴുക്കുണ്ടെന്ന്. അതിനുശേഷം നമുക്കിതുപോലെ കഴുകിയെടുക്കുമ്പോൾ ഇതാ ഈ ഒരു ഹോളിൽ കൂടെ വെള്ളം നല്ല ഒരു ക്ലിയർ ആയിട്ട് വരുന്ന കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒരു തടസ്സവും ഇല്ലാതെ കണ്ട് നമ്മൾ ആ കഴുകിയ അഴുക്കെല്ലാം കളഞ്ഞു കഴിയുമ്പോൾ ഇതേപോലത്തെ വെള്ളം വരും. അപ്പം നമുക്ക് ആ ഒരു കുക്കറിലെ അഴുക്ക് മൊത്തം ഇതുപോലൊക്കെ കളയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ പാല് കാച്ചുന്ന സമയത്ത് ഇതേപോലൊക്കെ പാല് നമ്മൾ കാച്ചി കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ പറ്റി പിടിച്ചിരിക്കാറുണ്ടല്ലേ. അതുപോലൊക്കെ തന്നെ പാല് നമ്മുടെ തിളച്ച് തൂകി പോകാറുമുണ്ട്. അങ്ങനെ പോകാതിരിക്കാനും പാല് പറ്റി പിടിച്ചിരിക്കാൻ അടിയിലൊക്കെ ഇത് കണ്ടില്ലേ, ഇതേപോലെ പറ്റി പിടിച്ചിരിക്കാതിരിക്കാനൊക്കെ ഉള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് നമ്മൾ പാല് കാച്ചുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കവർ പാല് ഞാനിവിടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ പാല് ഞാനിവിടെ ഒരു ചരുവത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നെയ്യാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്പൂണിലേക്കാണ് അത് എടുത്തിരിക്കുന്നത്. ഇനി ഇതേന്ന് കുറേശ്ശെ നമ്മൾ എടുത്തിട്ട് ഈ ഒരു ചരുവത്തിൻ്റെ ഈ ഒരു സൈഡിലെല്ലാം നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം. ഇതേപോലെ 4 സൈഡിൽ നമുക്കൊന്ന് തൂത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ പാലിവിടെ തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, തിളച്ച് പൊങ്ങി അവിടെ നിൽക്കുന്നതല്ലാതെ എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിം ഒത്തിരി കൂട്ടി വെക്കരുത്. ഇതേ ലെവലിൽ നിൽക്കും, മേലോട്ട് പുറത്തോട്ട് തൂങ്ങി പോകത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് നെയ്യ് പുരട്ടിയതിന് ശേഷം നിങ്ങൾ പാലൊന്ന് അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് എപ്പോൾ വേണേലും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാലും ഇതുപോലെ തൂങ്ങി ഇവിടെ ഇതുപോലെ നിൽക്കത്തേ ഉള്ളൂ. ഇതാ കണ്ടില്ലേ, ഫ്ലെയിം കത്തുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള അഴുക്ക് കളയാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മൾ എന്തൊക്കെ ചെയ്താലും എത്ര ക്ലീൻ ചെയ്താലും ഇതിൻ്റെ ബാക്ക് പെട്ടെന്നാണ് അഴുക്കാവുന്നത്. ആ അഴുക്ക് കളയാനുള്ള ഈസി ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റിൽ വേണ്ടത് ഒരു ബ്രഷാണ്. ഇതുപോലൊരു ബ്രഷ്, പഴയൊരു ബ്രഷ് എടുത്തതിന് ശേഷം നമ്മളൊന്ന് ചൂടാക്കി ഈ ഒരു സൈഡ് ഇതുപോലൊക്കെ ഒന്ന് വളച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ അഥവാ സോഡാപ്പൊടിയാണ്. അപ്പം ഞാനിവിടെ കുറച്ച് സോഡാപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വിനാഗിരിയാണ്. വിനാഗിരി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒരു മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പതയൊന്ന് തീർന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് ഒഴിച്ചിട്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. നമ്മളല്ലാതെ എത്ര ക്ലീൻ ചെയ്താലും ഇത് വെളുക്കത്തില്ല. അത് തന്നെയല്ല, പെട്ടെന്നാണ് ഇവിടെ അഴുക്ക് കയറുന്നതും. എത്ര ക്ലീൻ ചെയ്താലും നമ്മൾ പെട്ടെന്ന് അഴുക്കായി പോകുന്നത് കാരണം നമ്മൾ ഇതുപോലെ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. പെട്ടെന്ന് നമുക്ക് ആ അഴുക്കെല്ലാം എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് ബ്രഷ് ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതൊന്ന് കഴുകിയും കൂടെ കാണിക്കാം.
അപ്പോൾ ഇതാ കണ്ടില്ലേ, അഴുക്കെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ വിനാഗിരിയും ബേക്കിംഗ് സോഡയും വെച്ച് നിങ്ങളുടെ മിക്സി ജാറിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരണം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.